ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ ധ്യാനവിചിന്തനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളാണ്. അത് ഇപ്രകാരമാണ്: അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മുടെ മുന്നിൽ വെക്കുന്നത് ദാരിദ്ര്യത്തിനും എളിമയ്ക്കും ഒരു പുതിയ അർത്ഥമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ക്രിസ്തുമസിനെ വലിയ ആഘോഷമാക്കി മാറ്റുവാനും ആഹ്ലാദത്തിൻ്റെ അവസരമാക്കി മാറ്റുവാനും ശ്രമിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ തിരിച്ചറിയുവാനോ എളിമയിലേക്ക് കടന്നു ചെല്ലുവാനോ ഒന്നും നമ്മൾ പരിശ്രമിക്കാറില്ല. എന്നാൽ ഈശോ മിശിഹ മനുഷ്യാവതാരം ചെയ്തപ്പോൾ അവൻ 2 പുതിയ അർത്ഥതലങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഒന്ന്, ദാരിദ്ര്യത്തിന് അവൻ പുതിയ ഒരു ശോഭ നൽകി. 2, എളിമയ്ക്ക് അവൻ പുതിയൊരു അർത്ഥം കണ്ടെത്തി, ഇല്ലെങ്കിൽ പുതിയൊരു അർത്ഥം നമുക്ക് തരികയാണ്. അതുകൊണ്ടാണ് ഈശോ മിശിഹ തൻ്റെ പിറവിക്ക് വേണ്ടി തെരഞ്ഞെടുത്തത് ഒരു കാലിത്തൊഴുത്ത. അത്രമാത്രം എളിമയിലേക്ക്, ദാരിദ്ര്യ അവസ്ഥയിലേക്ക് അവൻ വരുവാൻ വേണ്ടി തയ്യാറായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുറവുകളിലാണ് ഈശോ മിശിഹ വന്ന് പിറക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നതെന്ന് ഇന്നത്തെ വചനത്തിലൂടെ നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കുറവുകളെ നമുക്ക് തമ്പുരാന്റെ മുന്നിൽ അവതരിപ്പിക്കാം. കുറവുകളെ തമ്പുരാന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ എളിമ എന്ന പുണ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ എളിമയോടുകൂടെ നമ്മുടെ ദാരിദ്ര്യാവസ്ഥയെ തമ്പുരാന്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായും മനുഷ്യാവതാരം ചെയ്ത തമ്പുരാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിലും വന്നു പിറക്കുമെന്ന് ഇന്നത്തെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.